ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഫേമസ് ആയിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മുടെ നാട്ടിലെ ബിരിയാണിയേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റും ആണ്. തയ്യാറാക്കി എടുക്കാൻ നമ്മുടെ ബിരിയാണിയേക്കാളും എളുപ്പവുമാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയും ടേസ്റ്റും ഒക്കെ ഉള്ള ഹൈദരാബാദി ബിരിയാണിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് കുതിർന്നു വരാൻ വേണ്ടിയിട്ട് ഇടാം. ഞാനിവിടെ 2 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 30 മിനിറ്റ് കുതിർന്നു വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇപ്പോൾ അരി കുതിർന്നു വരുമ്പോഴേക്ക് നമുക്ക് ഇതിനാവശ്യമുള്ള സവാള വറുത്തെടുക്കാം. ഹൈദരാബാദി ബിരിയാണിയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് സവാള വറുത്തെടുത്തത്. ഇതിൽ കുറച്ച് കൂടുതൽ തന്നെ സവാള വറുത്തെടുത്തത് ചേർക്കും. അപ്പോൾ 1/4 കപ്പോളം എണ്ണ ഞാൻ ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നൈസായിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളി ഇട്ടിട്ട് വറുത്തെടുക്കാം. ഞാനിവിടെ 3 മീഡിയം സൈസ് സവാളയാണ് നൈസായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഉള്ളി പെട്ടെന്ന് തന്നെ ബ്രൗൺ നിറമായി കിട്ടാൻ വേണ്ടിയിട്ട് സവാള അരിഞ്ഞെടുത്തതിന് ശേഷം 1-2 നുള്ള് പഞ്ചസാര ചേർത്തൊന്ന് തിരുമ്മിയെടുക്കുക. എന്നിട്ട് വറുത്തെടുക്കാം. മീഡിയം തീയിലിട്ടിട്ട് വേണം സവാള വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇപ്പൊ സവാള ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള ഉള്ളിയും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ഉള്ളി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിൽ മസാലയൊക്കെ പുരട്ടി വെക്കാം. ഞാനിവിടെ 600 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ച് വലിയ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് കഷ്ണങ്ങളാക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1.5 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയല്ല ഞാൻ എടുത്തിരിക്കുന്നത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ഇഞ്ച് കഷ്ണം പട്ട, 1 ടീസ്പൂൺ സാജീരകം, 8 ഗ്രാമ്പു, 6 ഏലക്ക, 2 ടീസ്പൂൺ നാരങ്ങ നീര്, 1/2 കപ്പ് മല്ലിയില, 4 പച്ചമുളക്, 2.5 ടേബിൾ സ്പൂൺ പുതിനയില, 1 കപ്പ് പുളിയില്ലാത്ത കട്ടത്തൈര്. നിങ്ങൾ സാധാരണ തൈരാണ് എടുക്കുന്നതെങ്കിൽ പുളി കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അളവ് കുറയ്ക്കണം. പിന്നെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് തൈര് ഒരു അരിപ്പയിൽ കുറച്ചു നേരം വെച്ചിരുന്നാൽ മതി, വെള്ളം പോയി കിട്ടും. നമ്മൾ നേരത്തെ സവാള വറുത്തതിൽ ബാക്കിയുള്ള എണ്ണയിൽ നിന്ന് 1/4 കപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്ന കപ്പ് 240 ml ആണ്. നിങ്ങളുടെ കയ്യിൽ മെഷർമെൻറ്റ് കപ്പ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുത്താൽ മതി. എല്ലാം അതിൽ തന്നെ അളന്നെടുത്താലും മതി. 1/4 കപ്പ് ഉള്ളി വറുത്തത്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അരമണിക്കൂർ മസാലയൊക്കെ പിടിച്ചു വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പൊ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാം. അരി വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ വെള്ളം വയ്ക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 ഇഞ്ച് കഷ്ണം പട്ട, 1 കറുത്ത ഏലക്ക. കറുത്ത ഏല എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് ചേർക്കണ്ട. 10 കുരുമുളക്, 1 ഇതള് ജാതിപത്രി, 2 ഏലക്ക. സാധാരണ ഇതെല്ലാം കൂടി ഒരു തുണിയിൽ കിഴി കെട്ടിയിട്ടാണ് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഇടാം. എന്നിട്ട് അരി വെന്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് എടുത്തു മാറ്റാം. ഇപ്പം ഞാൻ ഡയറക്റ്റ് ആയിട്ട് വെള്ളത്തിൽ തന്നെയാണ് ചേർക്കുന്നത്. ചോറിൽ കിടന്നെന്ന് പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല, നമ്മൾ കഴിക്കുമ്പോൾ എടുത്ത് മാറ്റിയാൽ മതിയല്ലോ. ഇനി ഇത് നല്ലപോലെ തിളച്ചു വരണം. ഇപ്പം വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്തിട്ട് ഒരു 1/4 ഭാഗം വെന്ത് വരുന്നവരെ വേവിച്ചെടുക്കണം. അരി ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഒരു അരിപ്പയിൽ വല്ലതും ഒഴിച്ചിട്ട് വെള്ളം തോർത്തിയെടുക്കാം. ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി എടുക്കാം. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ 1 കറുകയില, 1 ഇതള് ജാതിപത്രി, 2 ഏലക്ക, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പൊക്കെ നേരത്തെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടച്ചു വെച്ച് വേവിക്കാം. ഇതിലോട്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കില്ല. കുറച്ചൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനിത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നിച്ച് തന്നെയാണ് ചേർക്കുന്നത്. ചില ഗരം മസാലയ്ക്ക് മണവും രുചിയൊക്കെ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കാം. കടയിൽ ഷാഹി ബിരിയാണി മസാല എന്ന് പറഞ്ഞിട്ട് മസാല വാങ്ങിക്കാൻ കിട്ടും. അതാണിപ്പം ഞാൻ ചേർത്തത്. ഇപ്പം അത് വാങ്ങാൻ കിട്ടിയില്ലെങ്കിൽ സാധാരണ ബിരിയാണി മസാല എന്ന് എഴുതിയിരിക്കുന്നത് വാങ്ങിയാലും മതി.
ഇനി ചിക്കനും ഒരു മുക്കാല് വെന്ത് വരണം. ചിക്കൻ മുക്കാല് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിൽ നിന്ന് പകുതി കഷ്ണം ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാണ്. ഇനി ഇതിലോട്ട് കുറച്ച് വറുത്ത സവാള ചേർത്ത് കൊടുക്കാം, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില. ഇനി ഇതിലോട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ മുകളിൽ ചിക്കൻ ചേർത്ത് കൊടുക്കാം. മല്ലിയില, പുതിനയില, വറുത്ത സവാള. ഇനി ബാക്കിയുള്ള ചോറും കൂടി ഇതിന്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. വറുത്ത സവാളയും മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ചൂടുപാലിൽ ഒരു 3 നുള്ള് കുങ്കുമപ്പൂവ് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുങ്കുമപ്പൂവ് ഇല്ലെങ്കിലും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിന് പകരം പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് തിളപ്പിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷെ കുങ്കുമപ്പൂവാണ് ഒറിജിനൽ ഹൈദരാബാദി ബിരിയാണിയിൽ ചേർക്കുന്നത്, അപ്പോൾ അതിനൊരു വേറെ ടേസ്റ്റ് തന്നെ കാണും. അപ്പോൾ കുങ്കുമപ്പൂവ് മാത്രം പാലിൽ ചേർത്താൽ കുറച്ച് കളർ കുറവാണെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ യെല്ലോ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഓറഞ്ച് കളറോ റെഡ് ഫുഡ് കളറോ ചേർത്ത് കൊടുക്കാം. നമ്മൾ വീട്ടിലത്തേക്കാണ് വയ്ക്കുന്നതെങ്കിൽ ഫുഡ് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ഹൈദരാബാദി ബിരിയാണി വാങ്ങുമ്പോൾ ചോറിന് മഞ്ഞ കളറും ഓറഞ്ച് കളറും റെഡ് കളറും ഒക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഫുഡ് കളർ ചേർത്തത്. ഇനി നമുക്കിത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ദോശക്കല്ലാണ് എടുത്തിരിക്കുന്നത്. അത് ചൂടാവാൻ വേണ്ടിയിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിലൊന്ന് വയ്ക്കാം. ചൂടായി വരുമ്പോൾ മീഡിയത്തിലോട്ടാക്കാം. എന്നിട്ട് നമ്മുടെ ബിരിയാണിയുടെ പാത്രം വെച്ച് കൊടുക്കാം. ദോശക്കല്ലില്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാൻ ചൂടാക്കാൻ വെച്ചാൽ മതി. ഞാനിപ്പോൾ അടച്ചു വെച്ചിരിക്കുന്നത് നല്ല ടൈറ്റ് ആയിട്ടുള്ള അടപ്പ് വെച്ചിട്ടാണ്, ആവിയൊന്നും പുറത്ത് പോവില്ല. അപ്പോൾ നിങ്ങൾക്ക് ടൈറ്റ് ആയിട്ടുള്ള അടപ്പ് ഇല്ലെങ്കിൽ ഇതിൻ്റെ ചുറ്റും ഗോതമ്പ് മാവ് അല്ലെങ്കിൽ മൈദമാവ് കുഴച്ചിട്ട് ഒട്ടിച്ചു വെക്കുക. അപ്പോൾ ആവിയൊന്നും പുറത്ത് പോവില്ല. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ദം ചെയ്യാൻ വയ്ക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ വറ്റിയോ നോക്കാം. അപ്പോൾ അതൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളിത് വീട്ടിലുണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.